അപ്പോൾ നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും. അതിൽ നിന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ നമുക്കിവിടെ കുറേ കളേഴ്സ് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ താഴെയുള്ള ഓപ്ഷനുകളിലെ നമുക്ക് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ താഴെ റേഷ്യോസ് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ താഴെയുള്ള ഓപ്ഷൻ നമുക്ക് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആഡ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ താഴെയുള്ള ഓപ്ഷൻ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ പെർസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ഇടത് സൈഡിൽ താഴെയായിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയിലൊരു റെഡ് കളർ മൊത്തത്തിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എവിടെയെങ്കിലും റെഡ് കളർ വീഴാനുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വീഴാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെ നമുക്ക് ബ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷിൻ്റെ സൈസ് ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും നമുക്ക് വീഴാനുണ്ടോ എന്ന് നോക്കാം. വീഴാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ആ വീഴാനുള്ളിടത്തൊന്ന് വരച്ച് കൊടുത്താൽ മതി. അവിടെ നമുക്ക് ആ ഒരു കളറ് വീഴുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഈ വൈറ്റ് കളറിലൊന്ന് വരച്ച് കാണിക്കാം. കണ്ടില്ലേ, ഇതുപോലെ കളറ് നമുക്ക് എവിടെയെങ്കിലും ഈ ഫോട്ടോയ്ക്കകത്ത് വീഴാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വീഴുന്നതായിരിക്കും. ഇപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ട് ഈ മേളിലുള്ള ഈ റൗണ്ടിലുള്ള ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൈ കൊണ്ട് നമ്മുടെ എവിടെയെങ്കിലും വീഴാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് അവിടെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം റെഡ് കളർ ആകുന്നതായിരിക്കും. അങ്ങനെ എല്ലായിടത്തും ആയി എന്നുണ്ടെങ്കിൽ ഇതിപ്പം മുഴുവൻ റെഡ് കളർ ആയതുകൊണ്ട് എനിക്ക് കാണാനും പറ്റുന്നില്ല. എങ്കിലും സാരമില്ല, ഇതിനകത്ത് എല്ലായിടത്തും വീണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും വീഴാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോ മാത്രമായിട്ട് ഇവിടെ കട്ടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫോട്ടോ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം സൂം ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ താഴെയുള്ള ഓപ്ഷനുകളിൽ നമുക്ക് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഈ കളർ എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ എമൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. 0യിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുഴുവൻ ബ്ലാക്ക് കളറായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ താഴെയുള്ള പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യെല്ലോ സ്കൈ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. യെല്ലോ സ്കൈ. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇമേജുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് ഇമേജാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു കളർ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ആ ഫോട്ടോ ഫുള്ളായിട്ട് വരുന്ന വിധത്തിൽ നമ്മളതിനെ വലുതാക്കി വെക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഓപ്ഷനിൽ നമുക്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ യോഗ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. യോഗ. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു.
ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റിക്കറുകൾ വരും. അതിൽ നിന്നും നമുക്ക് യോഗയുടെ ഒരു സ്റ്റിക്കറാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിക്കറിനെ ഇച്ചിരി ചെറുതാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ വെക്കാം. അതിനുശേഷം വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ വീണ്ടും സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ ബിൽഡിങ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ബിൽഡിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഫോട്ടോസ് വരുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് വേണോ നമുക്കത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരെണ്ണം വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരെണ്ണം ഇവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒക്കെ ഒന്ന് വലുതാക്കിയൊക്കെ വെക്കാം. വലുതാക്കിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെയായിട്ട് ഇതിനെ വെച്ചു. എന്നിട്ട് നമ്മളിതിൻ്റെ ഇവിടെ താഴെ നമുക്ക് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ് കാണാം. അതിപ്പോൾ 100 കിടക്കുന്നത്. അത് നമ്മൾ കുറച്ചിട്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു എറേസർ ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫോട്ടോ സൂം ചെയ്ത് വെച്ചിട്ട് ഈ ഫോട്ടോയുടെ വെളിയിലേക്കൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റിക്കർ ചാടിക്കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ താഴെയുള്ള എറേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈസ് അല്പം കുറച്ച് വെച്ചിട്ട് നമ്മളത് എറേസ് ചെയ്ത് കളയുന്നത്. നമ്മുടെ വിരൽ കൊണ്ട് നമ്മളിങ്ങനെ മായ്ച്ചു കൊടുത്താൽ മതി, അത് മാഞ്ഞു പോകുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് വൃത്തിയായിട്ടൊക്കെ സമയമെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് മായ്ച്ച് കളയാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇച്ചിരി സമയമെടുത്ത് പെയ്യെ അത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചെയ്യുന്നത് കറക്റ്റ് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. നമ്മളിങ്ങനെ മുഴുവനായിട്ട് എറേസ് ചെയ്ത് കളയുക. ഓക്കെ, ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ നമ്മളത് എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിൻ്റെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക റൈറ്റ് സൈഡിൽ മുകളിൽ. അതിനുശേഷം ഈ എമൗണ്ട് നമുക്ക് കൂട്ടുക കുറയ്ക്കുക. ഒപ്പാസിറ്റി എന്നുള്ളത് നമുക്ക് ഇച്ചിരി കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വെക്കാം, കുറയ്ക്കണമെങ്കിൽ കുറച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു 46 വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ സൺലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സൺ എന്ന് പറഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്യാം. സൺ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ അന്നേരം കുറേ സ്റ്റിക്കറുകൾ വരും. അതിൽ നിന്ന് നമുക്ക് ഏത് സ്റ്റിക്കറാണോ വേണ്ടത് നമ്മളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതിപ്പോൾ നമ്മുടെ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ സൈസ് അല്പം കുറച്ച് വെക്കുന്നു. എന്നിട്ടത് ഏകദേശം ഇവിടെ ആയിട്ട് കൊണ്ടുവച്ചു. എന്നിട്ട് താഴെ ഇവിടെ നമുക്ക് കാണാം ഒപ്പാസിറ്റി 100 കിടക്കുന്നത്. അത് നമ്മളൊരു സ്വല്പം കുറച്ച് വെക്കുന്നു. ഒരു 68 വെച്ചു. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ വേറൊരു സ്റ്റിക്കർ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ സി എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുകയാണ്. സി സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷനുകൾ വരും. ഇതിൽ നിന്ന് നമുക്ക് ഏത് വേണോ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇപ്പോൾ വെറുതെ സെലക്ട് ചെയ്തതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഈ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് താഴെ ഹ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളർ ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഞാനിപ്പം ഇത് സെലക്ട് ചെയ്തു. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ബ്ലെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതായിരിക്കും നമ്മുടെ ഫോട്ടോ. അതിനുശേഷം വീണ്ടും സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ബേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ബേഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. ടിക്ക് മാർക്ക് കൊടുക്കുന്നു. കുറേ ബേഡ്സിൻ്റെ കുറേ സ്റ്റിക്കറുകൾ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു.
അത് നമുക്ക് ഈ ഫോട്ടോയ്ക്കകത്തിൽ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവെക്കാം. ഇനി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും ലെയറിൻ്റെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ബേഡ്സിൻ്റെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കാം. കണ്ടില്ല? അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ അത് എഴുതാം, അതൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റിനകത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്തെങ്കിലും. ഇപ്പോൾ ഞാനിവിടെ യോഗ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്, യോഗ. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് സി ആളെന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഫോണ്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ എത്രത്തോളം വേണമെന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കൈകൊണ്ട് തന്നെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അതിനുശേഷം ഈ കളറ് മാറ്റാൻ വേണ്ടി കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് എസ് JPG എന്ന് പറഞ്ഞിട്ട് കാണാം ഈ താഴെയുള്ള ഓപ്ഷനിൽ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ സേവ് എന്ന് കാണാൻ സാധിക്കും. ആ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് സേവ് ആകുന്നുണ്ട്. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് സേവ്ഡ് ടു യുവർ ഫോട്ടോ ഗ്യാലറി എന്ന്. അപ്പോൾ ഇനി നമ്മുടെ ഗ്യാലറി പോയി നോക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.